എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഭഗവത്ഗീത സാഖ്യയോഗം ചാപ്റ്റർ 2 നമ്മൾ 54 വരെ ശ്ലോകങ്ങൾ നോക്കി. ഇനി 55 മുതൽ ഈ 55 മുതൽ ബാക്കിയുള്ള 14 ശ്ലോകത്തിന് സ്ഥിതപ്രജ്ഞയോഗം എന്ന് പറയും. വളരെ പ്രസിദ്ധമാണ്. ഗാന്ധിജിയൊക്കെ ഡെയിലി ഇത് ചൊല്ലുമായിരുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ പ്രെയർ ടൈമിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നു. സ്ഥിതപ്രജ്ഞസ്യ യോഗം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആദ്യമായിട്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ അർജുനൻ ചോദിച്ചു, അല്ലയോ ഭഗവാനെ, ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്താണെന്ന്. സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുമ്പോൾ ഒരു ബ്രഹ്മാവിൽ നിഷ്ഠയുള്ള ഒരാൾ, അയാളുടെ ഒരു ലക്ഷണം എന്താണെന്ന് ഉള്ള അർജുനൻ്റെ ആ ഒരു ചോദ്യത്തിന് ഭഗവാൻ ഇനി പറയുന്ന 14 ശ്ലോകങ്ങൾ എങ്ങനെയാണ് ഒരാൾ സ്ഥിതപ്രജ്ഞനായിട്ട് തന്നിൽ തന്നെ സന്തോഷം കണ്ടെത്തി ആത്മാരാമനായി മാറുന്നത് എങ്ങനെയാണ് അയാൾ ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കേണ്ടത്, ഒരാളെ എങ്ങനെ ഒരു നല്ല മനുഷ്യനായി തീരാം എന്നിങ്ങനെ വളരെ പ്രസക്തമായ ഗീതയുടെ ഭാഗങ്ങളാണ് ഇനി പറയാൻ പോകുന്ന ശ്ലോകങ്ങളൊക്കെ തന്നെ. അപ്പോൾ വായിക്കാം. ചാപ്റ്റർ 2 സാഖ്യയോഗം ശ്ലോകം 55-56 വായിക്കാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗണേശായ നമഃ. സരസ്വതിയെ നമഃ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഭഗവാനുവാച പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടാ സ്ഥിതപ്രജ്ഞസ്ത്യത ഉച്യതേ. ദുഃഖേഷ്വനു ദിഗ്നമനാ സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതധീർമുനിരുച്യതേ. അപ്പോൾ ഇതാണ് 55-ഉം 56-ഉം ശ്ലോകങ്ങൾ. അപ്പോൾ 55 ശ്ലോകം അതിൻ്റെ അർത്ഥം ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്ത്യദോച്യതേ എന്നാണ്. അപ്പോൾ പാർത്ഥ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ ഗീതയിൽ ഭഗവാൻ അർജുനന് 18 പേരുകൾ വിളിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പല ശ്ലോകങ്ങളായിട്ട് പാർത്ഥ എന്നും പരന്തപ എന്നും കൗന്ദേയ എന്നും അങ്ങനെ ഒരുപാട് പേരുകൾ വിളിക്കുന്നുണ്ട്. ഇവിടെ പാർത്ഥ എന്നാണ് വിളിക്കുന്നത്. പൃഥയുടെ പുത്രൻ, കുന്തിയുടെ പുത്രനായ അല്ലയോ അർജുന എന്നാണ് അതിൻ്റെ അർത്ഥം. ആത്മനി ആത്മാവിൽ തന്നെ, തന്നിൽ തന്നെ. ആത്മന ഏവ തുഷ്ട, തന്നിൽ തന്നെ സന്തുഷ്ടനായിട്ട്, അതായത് ആത്മാരാമനായിട്ട്. യഥാ എപ്പോൾ. മനോഗതാൻ സർവാൻ കാമാൻ, മനസ്സിലെ എല്ലാ കാമനകളെയും. പ്രജഹാതി നിശേഷം ത്യജിക്കുന്നുവോ. തഥാ അപ്പോൾ. സ്ഥിതപ്രജ്ഞ ഉച്യതേ, അയാളെ സ്ഥിതപ്രജ്ഞൻ എന്ന് വിളിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് മനസ്സിലെ എല്ലാ കാമനകളെയും ഇല്ലാതെയാക്കിയിട്ട് ത്യജിച്ച് ഉപേക്ഷിക്കുക, എന്നിട്ട് തന്നിൽ തന്നെ സന്തോഷം കണ്ടെത്തുക. നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ സന്തോഷമൊക്കെ എന്ന് പറയുന്നത് പല ആളുകളുടെ കയ്യിലാണ്. അപ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോല് മറ്റൊരാളുടെ പോക്കറ്റിലിട്ട് കൊടുക്കരുതെന്ന ചിന്മയാനന്ദ സ്വാമികളുടെ വരികൾ നമുക്കിവിടെ ഓർക്കാം. കാരണം നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മൾ അവർ നമുക്ക് എന്ത് തരും, അവർ നമുക്ക് എന്ത് ചെയ്യും, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്. അപ്പോൾ ഡോണ്ട് പുട്ട് ദ കീ ഓഫ് ദ ഹാപ്പിനെസ് ഇൻ ടു സമ്മൺ എൽസസ് പോക്കറ്റ് എന്ന് പറയും. അത് ചിന്മയാനന്ദ സ്വാമിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സെയിങ്ങാണ്. അപ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോല് വേറെ ആരുടെയും പോക്കറ്റിലിട്ട് കൊടുക്കരുത്. അതാണ് ശരിക്കും ഈ ഒരു ശ്ലോകത്തിൻ്റെ ശരിക്കും ഒരു സത്യം അത് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥ ബ്രഹ്മനിഷ്ഠന്മാരും കപട ഗുരുക്കന്മാരെയും നമുക്ക് തിരിച്ചറിയുന്നതിന് സ്ഥിതപ്രജ്ഞ ലക്ഷണം സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്താണെന്ന് ഇനി പറയുന്നുണ്ട് വിശദമായിട്ട്. അപ്പോൾ സാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്ന സാധകർ എങ്ങനെ ജീവിക്കണമെന്നും കൂടെ ഇവിടെ പറഞ്ഞായിരുന്നു. കാരണം ഭഗവാനെ അറിയണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്. അപ്പോൾ ആ ഒരു മാനസിക നിലയെ മനോഹരമായിട്ട് ചിത്രീകരിക്കുന്നു. സർവ്വ കാമനകളെ മനസ്സിൽ നിന്ന് അകറ്റിയവനാണത്രേ സ്ഥിതപ്രജ്ഞൻ. അതായത് നമ്മുടെ ശങ്കരാചാര്യരൊക്കെ പറയും,
ഡിസയർ ഇസ് ദ കോസ് ഓഫ് ഓൾ സോറോസ് എന്ന്. അതായത് എല്ലാ ദുഃഖങ്ങളുടെയും കാരണം നമ്മളിങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ പോയാൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ കാരണം നമ്മുടെ ആഗ്രഹമാണ്. അപ്പോൾ ആഗ്രഹങ്ങളെ ഇല്ലാതെയാക്കിയാൽ സന്തോഷം തനിയെ വരും എന്നാണ് പറയുന്നത്. അപ്പം ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. അതാണ് നമ്മളൊക്കെ ആ ഒരു പരമാത്മാവിൻ്റെ ഒരു ചൈതന്യത്തിൻ്റെ ഒരു അംശമാണ്. പക്ഷെ ഇതാണ് നമുക്കറിയാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ദുഃഖത്തിൽ ഇങ്ങനെ കിടന്ന് ഉഴലുന്നത്. കാരണം നമുക്കത് അറിയിച്ചു തരുന്ന ഒരു പാഠ്യപദ്ധതിയുമില്ല, ഒരു വിദ്യാഭ്യാസ സമ്പ്രദായവുമില്ല. അതിന് പറ്റുന്ന ആളുകളും നമ്മുടെ ചുറ്റും ഉണ്ട്. പക്ഷെ അത് നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ ആഗ്രഹങ്ങളിൽ ആരാണോ ആഗ്രഹങ്ങൾക്ക് അതീതനായി തീരുന്നത്, ആഗ്രഹങ്ങൾക്ക് അതീതനായി എന്ന് വെച്ചാൽ ആഗ്രഹമില്ലെങ്കിൽ പിന്നെ അയാൾ ഒന്നിനെക്കുറിച്ചും വേവലാതിയും ഒന്നുമില്ല. അപ്പോൾ സന്തോഷം തനിയെ ഉള്ളിൽ വരും. അങ്ങനെ ആത്മാരാമനാവും എന്നാണ് പറയുന്നത്. ഉള്ളിൽ തന്നെ തുഷ്ട, ആത്മന്നേവ ആത്മനാ തുഷ്ട എന്ന് പറയുന്നത്. ആത്മാവിൽ തന്നെ സന്തോഷിക്കുന്ന ആളെയാണ് ശരിയായിട്ടുള്ള ബ്രഹ്മനിഷ്ഠൻ, അല്ലെങ്കിൽ അയാളാണ് പിന്നെ ആത്മസാക്ഷാത്കാരത്തിന് യോഗ്യൻ എന്ന് പറയുന്നു. അപ്പോൾ ആഗ്രഹങ്ങളുടെ അഭാവം മാത്രമാണോ പരിപൂർണതയുടെ ലക്ഷണമെന്ന് ചിന്മയാനന്ദ സ്വാമികളുടെ ബുക്കിൽ പറയുന്നു. അപ്പോൾ പറയുന്നു, സ്വാമികൾക്ക് പ്രണാമം. പറയുന്ന ആഗ്രഹിക്കാൻ കഴിവില്ലാത്ത ഒരു ജഡമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണം മനുഷ്യൻ എന്നല്ല പറയുന്നത്. അപ്പോൾ ഒരു ആഗ്രഹമില്ലാതെ ഇങ്ങനെ ഒരു കല്ല് പോലെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയല്ല. അപ്പം ഗീതയെ നമ്മൾ തെറ്റായിട്ട് പല ശ്ലോകങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ല ആചാര്യന്മാരുടെ പിന്നെ വാക്കുകൾ ഗീതയിലൂടെ കേൾക്കണമെന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നു അവർ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും. അപ്പോൾ പറയണം അങ്ങനെ നമ്മളൊരു അവസ്ഥയിലിരിക്കണം എന്നല്ല, അതിന് പകരം ആത്മാനന്ദ രസ ലാഭത്താൽ മറ്റൊന്നിനെയും അപേക്ഷയില്ലാതെ തന്നിൽ തന്നെ സന്തുഷ്ടനാണ് ബ്രഹ്മനിഷ്ഠൻ. ആത്മന്നേവ ആത്മനാതുഷ്ട. അതുകൊണ്ടാണ് അയാൾക്ക് ആഗ്രഹങ്ങളില്ലാത്ത. അയാൾ എല്ലാം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാം. പക്ഷെ അയാളുടെ സന്തോഷം എന്ന് പറയുന്നത് വേറൊരു കാര്യത്തിലല്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ പറയുന്നു, നമ്മുടെ ബാല്യത്തിലാണെങ്കിൽ നമ്മൾ കളിപ്പാട്ടങ്ങൾക്കാണ് അതാണ് നമുക്ക് സന്തോഷം തരിക. ഇനി യൗവനത്തിലെത്തിയ നമ്മുടെ ഫ്രണ്ട്സ്, കൂട്ടുകാർ, ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ളതാണ് നമുക്ക് സന്തോഷം തരുന്നത്. ഇനി വാർദ്ധക്യത്തിലാവുമ്പോൾ നമ്മൾ മക്കളെ ഡിപ്പെൻഡ് ചെയ്യുന്നു സന്തോഷത്തിന്. പക്ഷേ ഇതൊന്നുമല്ല ശരിയായിട്ടില്ല. ഇതിൽ നിന്നൊന്നും സ്ഥിരമായ സന്തോഷം കിട്ടില്ല. കാരണം ഓരോ അവസ്ഥയും മാറി മാറി വരും. അപ്പോൾ നമ്മുടെ സന്തോഷങ്ങൾ ഏതിലാണെന്നുള്ളത് അതും മാറി വരുന്നു. അപ്പോൾ ഇതെല്ലാം അജ്ഞാനത്താലാണ് ഉണ്ടാവുന്നത്. ഇന്ദ്രിയ വിഷയങ്ങളിൽ അഭിനിവേശവും ഒക്കെ ഉണ്ടാവുമ്പോൾ ജീവൻ പലതും ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൽ ഈ ശരീര അഭിമാനം വെടിഞ്ഞാൽ സ്വയം ശിവനായിട്ട് തീരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അനുഭൂതിയിൽ, ബ്രഹ്മ ആനന്ദ അനുഭൂതിയിൽ പൂർണ്ണ തൃപ്തനായ ജ്ഞാനിക്ക് വിഷയങ്ങളുടെ നേരെ ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ അയാളെല്ലാം ഈ ലോകത്ത് അനുഭവിച്ചുകൊണ്ട് അയാൾ ഇതൊക്കെ ഇത്രയാണ് ഉള്ളത് എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കി അങ്ങോട്ട് ജീവിക്കും. ഒരു സമൂഹത്തിന് എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും. അതാണ് അതിൻ്റെ ഒരു തത്വം. പിന്നെ ഇനി അടുത്ത ശ്ലോകം, വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് ഇത് രണ്ടും. ദുഃഖേഷു ദിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതധീർമുനിരുച്യതേ. അപ്പോൾ പറയുന്നത്, ദുഃഖേഷു ദുഃഖങ്ങളിൽ അനുദിഗ്നമന അചഞ്ചലമായ മനസ്സോടുകൂടിയവനും. അതാണ് വിഘ്നമന. ദിഗ്വിഘ്നമന എന്ന് പറയുമ്പോൾ അചഞ്ചലമായ മനസ്സ്. സുഖേഷു വിഗതസ്പൃഹ, സുഖങ്ങളിൽ, സുഖേഷു ഷു എന്ന് അവസാനിക്കുന്നതൊക്കെ ഒരു പ്ലൂറലിനെ കാണിക്കുന്നു. സുഖങ്ങളിൽ വിഗതസ്പൃഹ, സ്പൃഹ ഇല്ലാതെ, അതായത് വിഗതസ്പൃഹ, സ്പൃഹ ഇല്ലാതെ, അതായത് ആഗ്രഹമില്ലാതെ. സ്പൃഹ എന്ന് പറയുമ്പോൾ ആഗ്രഹം എന്നുള്ളൊരു അർത്ഥമാണ്. വീതരാഗഭയക്രോധ മുനിഹി, രാഗക്രോധ ഭയങ്ങളില്ലാത്ത മുനി. സ്ഥിതതി ഉച്ചതേ, സ്ഥിതപ്രജ്ഞൻ എന്ന് പറയപ്പെടുന്നു എന്നാണ്. അപ്പോൾ ദുഃഖങ്ങൾ പലതുണ്ടാവാം. എന്നാൽ അത് 3 തരത്തിലുള്ള ദുഃഖങ്ങളെ
പറ്റി പറയുന്നുണ്ട്. ആദി ദൈവികം, ആദി ഭൗതികം, ആധ്യാത്മികം. ആദി ദൈവികം എന്ന് പറയും പ്രകൃതി തരുന്ന വെള്ളപ്പൊക്കം, ഭൂകമ്പം, അതൊക്കെയാണ് ആദി ദൈവികം. ഇനി ആദി ഭൗതികം എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന്, മറ്റ് ജീവജാലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ, അതിനാണ് ആദി ഭൗതിക ദുഃഖം എന്ന് പറയുന്നത്. ഇനി ആധ്യാത്മികം എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന പല രോഗങ്ങളാലും ഒക്കെ നമുക്കുണ്ടാകുന്ന ആ ഒരു ദുഃഖത്തിനെയാണ് ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ദുഃഖങ്ങൾ, ഈ 3 താപത്രയങ്ങളെന്ന് അതിന് പറയും. ഇതിനെ നമ്മൾ അതിജീവിക്കുമ്പോൾ അപ്പം നമുക്ക് മനസ്സ് ഇളകാതെ സുഖസാമഗ്രികളിൽ നമ്മളിങ്ങനെ പോയിട്ട് അതിൽ നമ്മളിങ്ങനെ കിടന്ന് ഉഴലില്ല. അതാണ് ഭയക്രോധരഹിതനായിട്ട് ആ ആൾ മാറും. അതാണ് ജ്ഞാനി എന്ന് പറയുന്നത്. അപ്പം ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഈ അറിവുണ്ടാവുന്നവനെയാണ് ജ്ഞാനി എന്ന് വിളിക്കുന്നത്. അപ്പോൾ സാധാരണ മനുഷ്യരിൽ ധാരാളം ദുർഗുണങ്ങളുണ്ടാവും. പക്ഷേ ഒരു സിദ്ധപുരുഷൻ, ആത്മനിഷ്ഠയുള്ളവൻ അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠയുള്ളവൻ, അയാൾക്ക് ഈ ദുർഗുണങ്ങൾ കാണില്ല. രാഗം, ഭയം, ക്രോധം ഇതൊക്കെ മാറി, ആഗ്രഹങ്ങളൊക്കെ മാറ്റി ആ ആളുടെ ഒരു പ്രശാന്തമായ ഒരു ഭാവമാണ് നമുക്ക് കാണാൻ കഴിയുക. അതാണ് നമ്മൾ യോഗി വര്യന്മാരൊക്കെ, നമ്മൾ ശങ്കരാചാര്യരുടെയും നാരായണ ഗുരുദേവൻ്റെയും ഒക്കെ ഒരു ഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശാന്തമായ ഭാവമാണ്. അതായത് ഒന്നിലും ഇളകാത്ത ഒരു ശാന്തി. അപ്പം നമ്മുടെ ഉള്ളിൽ ശരിക്കും രാഗം ആണ് എല്ലാ ഭയത്തിനും കാരണം. എന്ന് വെച്ചാൽ ഓരോന്നിനോടും ഒരു ഇഷ്ടം, ആ ഒരു ഇഷ്ടം നമ്മൾ ഭയം ജനിപ്പിക്കുന്നു. അത് കിട്ടുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ, ഇതൊക്കെ നമുക്കൊരു ആദിയായിട്ട് മാറുമ്പോൾ അത് വ്യാധിയും കൂടെ ആവും. അതെല്ലാം. അപ്പോൾ എല്ലാത്തിൻ്റെയും ബേസിക്കായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് രാഗമാണ്. ഓരോന്നിനോടുള്ള രാഗം, ഒട്ടൽ എന്നും വേണമെങ്കിൽ പറയാം. ഈ ഒട്ടലില്ലാതെയാക്കിയാൽ തന്നെ ജീവിതം നല്ലതാവുള്ളൂ. ഇനി ഓരോ ഇഷ്ടവസ്തുക്കളിലുള്ള രാഗം നമുക്ക് അത് ക്രമേണ അത് ക്രോധമായിട്ട് വരും. അത് കിട്ടാതെ ആകുമ്പോൾ നമുക്കൊരു ദേഷ്യം വരും, ക്രോധമാവും. പിന്നെ അതിനെ ആരെങ്കിലും തടസ്സപ്പെടുത്തുമ്പോൾ അയാളുടെ നേരെയും ദേഷ്യം ഒക്കെ വരും. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് നേടണം, അപ്പോൾ അതാണ് രാഗം. ആ രാഗം അത് കിട്ടില്ലേ എന്നുള്ളൊരു ഭയം ഉണ്ടാക്കും. ആ ഭയം ക്രമേണ അത് ആരെങ്കിലും കിട്ടാതിരിക്കാൻ ആരെങ്കിലും അതിനെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ക്രമേണ ക്രോധമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജ്ഞാനി അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ആൾ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ഥിതപ്രജ്ഞൻ ഇങ്ങനെ ആയിരിക്കണം, രാഗ ഭയ ക്രോധങ്ങളെ അതിജീവിച്ച ആളായിരിക്കണം. അപ്പോൾ ആ ജ്ഞാനിക്ക് ആഗ്രഹങ്ങളില്ല, രാഗ ഭയ ക്രോധങ്ങളുമില്ല. പിന്നെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്ഥിതപ്രജ്ഞൻ, അത് ലക്ഷണം. പിന്നെ ആത്മനേവ ആത്മനാ തുഷ്ട, ഉള്ളിൽ തന്നെ സന്തോഷം അനുഭവിക്കുന്ന ഒരു ജ്ഞാനി എന്നാണ് പറയുന്നത്, ധീരനായിട്ടുള്ള ഒരു വ്യക്തി. അപ്പോൾ ഈ ഒരു 2 ശ്ലോകങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നു. ഒന്നും കൂടെ 2 ശ്ലോകങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കാം. ചാപ്റ്റർ 2 സാഖ്യയോഗം. സ്ഥിതപ്രജ്ഞ യോഗം ആണ് തുടങ്ങിയത്. അത് 55, 56 ഇപ്പോൾ ചൊല്ലുന്നത്. ശ്രീ ഭഗവാനുവാച പ്രജഹാദിയതാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്ത്യദുച്യതേ. ദുഃഖേഷ്വനു ദിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഘവയക്രോധ സ്ഥിതധീർമുനിരുച്യതേ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുചാ. ഈ 2 ശ്ലോകങ്ങൾ 55, 56 ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.